ഗൈസപ്പ് ഇത് കൊഞ്ചാണ്ട കൊഞ്ച് വലിയ കാട്ട കൊഞ്ച് 2 ടൈപ്പ് ഉണ്ട്. നമ്മളപ്പേ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തനംതിട്ടയ്ക്ക് പോണ വഴിയാണ്. കൊടുമൺ കൊടുമൺ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോണ വഴിയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട കാഴ്ചയാണ്. 2 ടൈപ്പ് കൊഞ്ചുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ എന്താ പറയുക വലിയക്കാട്ടൊരു നമ്മുടെ വരാൽ എന്ന് പറയും. അടിപൊളിയൊക്കെ ഫ്രഷ് സാധനമാണ്. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ വാങ്ങിയില്ല, നമ്മൾ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. പിന്നെ നമ്മൾ കുട്ടനാട് റൂട്ടിൽ കാണുന്ന ഒരു പ്രധാന സംഭവമാണ് ഹൗസ് ബോട്ട്. നമ്മൾ ആ ഹൗസ് ബോട്ടിൻ്റെ സെക്ഷനിലും വണ്ടി നിർത്തി ഇറങ്ങി കയറിയില്ല കേട്ടോ. നമ്മൾ വേറെ റൂട്ട് പോകണതുകൊണ്ട് കയറിയില്ല. സംഭവം ഡീറ്റെയിൽ ആയിട്ട് കണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ ചോദിച്ച് അപ്പോൾ നമ്മളൊരു ദിവസം വരാനുള്ള പ്ലാൻ ഉണ്ട്. അപ്പോൾ ഹൗസ് ബോട്ടിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളാണ് കാണുക. കാരണം എന്തായാലും നിറയാണ് നമ്മുടെ ഈ ഇവിടങ്ങളിലൊക്കെ ബസ് സ്റ്റാൻഡിൽ ബസ് എടുക്കണ പോലെ പുഴ നിറയെ അപ്പുറം ഹൗസ് ബോട്ടാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പത്തനംതിട്ട റൂട്ടിലേക്കുള്ള പോക്കാണല്ലോ. അപ്പോൾ അവിടെ നിന്ന് വിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ ആ കുട്ടനാട് റൂട്ടിൽ നമ്മൾ 2 സൈഡും റോഡിൻ്റെ 2 സൈഡും പാടവും പുഴയും കാണാം. നല്ല സ്ട്രെയിറ്റ് റോഡാണ്, അറിയായിരിക്കും പോയവർക്കൊക്കെ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്, അതായത് പുഴയുടെ അപ്പുറത്ത് പാലം കടന്ന് പോയിട്ട് പോകാൻ പറ്റിയൊരു വഴി. അപ്പോൾ നമ്മൾ ആ റൂട്ടിൽ കയറിയിട്ട് മെയിൻ റോഡിൽ നിന്ന് റൈറ്റിലേക്കുള്ള ചെറിയ പാലം വഴി അപ്പുറത്തെ സൈഡിൽ ചെന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് വല്ലാത്തൊരു വൈബാണ്. സൂപ്പർ സ്ഥലമാണ്. എന്തായാലും ഞങ്ങൾ ഒരു ദിവസം കൂടി അതിന് വേണ്ടി മാത്രമായിട്ട് വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ നിന്നിട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കണേ. നമ്മളപ്പോൾ അതിൻ്റെ ആ പാലമൊക്കെ പുതിയ പാലവും പഴയ പാലത്തിൻ്റെ കുറ്റിയെ കാണാം കേട്ടോ. അപ്പോൾ പുതിയ പാലമായിട്ടൊക്കെ പണിതിട്ടുണ്ട്. അപ്പോൾ പഴയ പാലത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടെ കാണാവുന്നതാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ കൂടി ആ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റോഡ്, അതിലാണ് നമ്മൾ മെയിൻ റൂട്ട്. അപ്പോൾ നമ്മൾ അതിൽ പലപ്പോഴും പോകുമ്പോൾ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ കൗതുകത്തോടെ നോക്കിയിരിക്കും. അപ്പോൾ ഇങ്ങോട്ട് പോകാറില്ല. ഇന്നിപ്പോൾ നമ്മൾ സമയം എടുത്ത് ഇപ്പുറത്തെ സൈഡ് വന്ന് ഇനി ഈ സൈഡിൽ കൂടി അങ്ങോട്ട് വഴിയുണ്ട്. ഈ സൈഡിൽ കൂടി ആ റോഡിന് പാരലായിട്ട് തന്നെ കുറച്ച് ദൂരം അങ്ങോട്ട് സ്ട്രൈറ്റ് പോവാം. പിന്നെ അവിടെ നിന്ന് ഇതേപോലെ തന്നെ ഒരു പാലം, ലെഫ്റ്റിലേക്ക് ഒരു പാലം ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് പാലങ്ങളുണ്ട് ഇവിടെ ഉള്ളവർക്ക് അങ്ങോട്ട് പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ പാലം വഴി കയറി കഴിഞ്ഞാൽ നേരെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പാരലായിട്ടുള്ള ഹൈവേ തന്നെ വന്ന് കയറും നമ്മൾ. അപ്പോൾ ഇതാണ് കേട്ടോ പാലം. നമ്മൾ പാലത്തിമേക്കൂടി വണ്ടി കയറ്റാൻ വീണ് ചെറുതായിട്ടൊരു പേടിയൊക്കെ തോന്നും. അപ്പോൾ നമ്മൾ ഇതിലങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ റോട്ടിൽ തന്നെ പാരലായിട്ട് കിടക്കണ മെയിൻ റോട്ടിൽ തന്നെ കയറും. പിന്നെ അവിടെ നിന്ന് സ്ട്രൈറ്റ് പിടിക്കാം. അതാണ് പത്തനംതിട്ടക്ക് പോകാനുള്ള വഴി. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വന്ന വഴിയുണ്ട. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള വീഡിയോസ് അധികം എടുത്തിട്ടില്ല നമ്മൾ. അപ്പോൾ ഇപ്പോൾ നിൽക്കണത് പത്തനംതിട്ടയിൽ നിന്ന് തിരിച്ചു വന്ന വഴി പന്തളം വലിയ കോയിക്കൽ ധർമ്മശാസ്ത്ര ടെമ്പിൾ അവിടെയാണ് നിൽക്കണേ. നമ്മുടെ ശബരിമല അയ്യപ്പൻ്റെ തിരുവാഭരണങ്ങളൊക്കെ ഇവിടെയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് വെച്ചിരുന്നത്. അപ്പോൾ അതൊക്കെ കയറി കാണാനുള്ള കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുമ്പിലാണ് നിൽക്കണേ. അപ്പോൾ അമ്പലത്തിലേക്ക് കയറേണ്ട. അപ്പം അവിടെ ഇപ്പോൾ ഈ ശബരിമല സീസണാണല്ലോ. അപ്പോൾ നിറയെ അയ്യപ്പന്മാരുടെ തിരക്കാണ്. പിന്നെ അവിടെ പാട്ട് എന്താ പറയുക പരിപാടികളൊക്കെ എടുക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പക്ഷെ നമുക്ക് ഈ അവിടെ അയ്യപ്പൻ തിരുവാഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ അവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അധികം തിരക്കില്ലാണ്ട് പെട്ടെന്ന് തന്നെ കയറി കാണാൻ പറ്റി. നമ്മൾക്ക് ഇനിയിപ്പോൾ തിരിച്ച് എറണാകുളം വരെ വന്നെ. എറണാകുളം അല്ല, നോർത്ത് പറവൂരാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ അവിടം വരെ എത്തണം. അപ്പോൾ അതുകൊണ്ട് അധികം നേരം ഇവിടെ എല്ലായിടത്തും സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ എന്തായാലും ഇത്രയും ദൂരം വന്നുകൊണ്ട് ഇവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങിയാക്കണത്. പിന്നെ ഇവിടെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഒരു റോഡ് വഴി അപ്പുറത്തേക്ക് വന്ന് അപ്പോൾ ഒരു തൂക്കുപാലമുണ്ട്. ഈ അമ്പലത്തിലേക്ക് പോകാനായിട്ടും ഉപയോഗിക്കുന്ന ഒരു തൂക്കുപാലമാണ്. മെയിൻ പാലമുണ്ട് കേട്ടോ, അപ്പുറം ഒരു തൂക്കുപാലമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഇരുട്ടായി, എന്നാലും നമ്മളത് കയറി കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത്. അപ്പോൾ സംഭവം ഫുള്ളായിട്ട് അങ്ങനെ ആസ്വദിക്കാൻ പറ്റിയില്ല, രാത്രി ആയിരുന്നു. പിന്നെ നമ്മൾ പന്തളത്ത് നിന്ന് നേരെ പോയത് ചക്കുളത്താവിലേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഉത്സവം നമുക്കറിയില്ലായിരുന്നു. അത് ഉത്സവത്തിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അതിനെപ്പറ്റി വലിയ അറിവില്ലായിരുന്നു. ചെന്നപ്പോൾ ഉത്സവവും അതുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ എന്താ പറയുക വളരെ ലൈറ്റ്ഫുള്ളാണ്. എല്ലായിടത്തും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അതിൻ്റെ വീഡിയോസാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കയറി. ഒരുപാട് സ്ഥലം എന്ന് വെച്ചാൽ ഹനുമാൻ്റെയൊക്കെ ഒരു വലിയ പ്രതിമ ഉണ്ട്, ഒരു വിഗ്രഹം, വലിയൊരു വിഗ്രഹമായിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് വീണ്ടും കുട്ടനാട് AC റോഡ് അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. രാത്രിയായി, അത്യാവശ്യം നല്ല ലേറ്റായി. അപ്പോൾ ആ റെസ്റ്റോറൻ്റാണ് ഈ കാണുന്നത്. അവിടെ നിന്നപ്പോൾ വിടുകയാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണിക്കണണ്ട എന്താ സംബന്ധിച്ചാൽ നമ്മൾ ഹൗസ് ബോട്ടുകളുടെ പുഴ കണ്ടില്ലേ, ആ സംഭവമാണ്. അതായത് പുഴയിൽ നിറയെ ലൈറ്റ് ആണ് സംഭവം. അവിടെ നിന്ന് കാണാൻ ഇതിനേക്കാളും സൂപ്പറാണ്. ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് പിന്നെ നേരെ എറണാകുളം നോർത്ത് പറവൂർ വീട്ടിലേക്കാണ് പോകും ഗെയ്സ്. അപ്പോൾ 12 മണിയായിട്ടോ. 12 മണിയായപ്പോൾ നമ്മുടെ എടപ്പള്ളിയിൽ കുറച്ച് സിഗ്നലിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി കയറിയിട്ടുള്ള ഒരു കടയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടയേർഡായി. അപ്പോൾ അത് കാരണം ഒരു ജ്യൂസ് കുടിക്കായിരുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളൊരു 1 ഡേ ട്രിപ്പായിരുന്നു. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാൻ പറ്റിയില്ല. കാരണം നമ്മൾ വേറൊരു ആവശ്യത്തിന് പോയതാണ്. അപ്പോൾ പോയ വഴി നമ്മൾ ഒരു ദിവസത്തെ ട്രിപ്പിൽ ഇത്രയും കാര്യങ്ങൾ
വീഡിയോസ് കാണിച്ച് അത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.